നമസ്കാരം. ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ഈ വർഷം അവസാനമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചത്. ഇതിന്റെ വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇത് പലതരത്തിലുള്ള വിവാദങ്ങൾക്കും വഴിവെച്ചതും നമ്മൾ കണ്ടതാണ്. സുതാര്യത ഉറപ്പാക്കാനും യോഗ്യതയില്ലാത്ത വോട്ടർമാരെ ഒഴിവാക്കാനുമാണ് പുതിയ പരിഷ്കരണം കൊണ്ട് വന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ജൂൺ 24 ആരംഭിച്ച സ്പെഷ്യൽ ഇന്റൻസീവ് ഡിവിഷൻ യോഗ്യരായ പൗരന്മാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനും യോഗ്യരല്ലാത്ത വോട്ടർമാരെ ഒഴിവാക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. ബീഹാറിനുള്ള അവസാനത്തെ പുനരവലോകനം 2003 നടത്തിയത്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, പതിവ് കുടിയേറ്റം, യുവ പൗരന്മാർ വോട്ട് ചെയ്യാൻ യോഗ്യരാകുന്നത്, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്, വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ പേരുകൾ ഉൾപ്പെടുത്തൽ തുടങ്ങി നിരവധി കാരണങ്ങളാൽ ഈ പരിഷ്കരണം അനിവാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതേസമയം ഈ വിഷയം ഇങ്ങനെ ചൂടുപിടിക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ബീഹാറിൽ തകൃതിയായി നടക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച സാനിറ്ററി പാഡ് വിതരണം ചെയ്ത് സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അക്ഷയ് കുമാർ നായകനായി എത്തിയ പാഡ്മാൻ എന്ന സിനിമയിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനത്തിൽ നിന്ന് സാനിറ്ററി പാഡിന്റെ പാക്കറ്റിന് മുകളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രമായി എത്തിയ കോൺഗ്രസിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം സ്ത്രീകൾക്ക് രാഹുലിന്റെ ചിത്രം പതിച്ച സാനിറ്ററി പാഡ് പാക്കറ്റുകൾ പാർട്ടി വിതരണം ചെയ്തു കഴിഞ്ഞു. പ്രിയദർശിനി ഇടാൻ യോജന എന്ന പേരിൽ സ്ത്രീകളിൽ ആർത്തവ ശുചിത്വ അവബോധം ഉളവാക്കാനുള്ള കോൺഗ്രസ് പദ്ധതിയുടെ ഭാഗമായാണ് സാനിറ്ററി പാഡ് വിതരണം എന്നാണ് കോൺഗ്രസിന്റെ വാദം. രാഹുലിന്റെ ചിത്രം പതിപ്പിച്ച സാനിറ്ററി പാഡ് പാക്കറ്റ് കൂടാതെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം നൽകുമെന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ അടിച്ചുവിടുന്നത്. അതേസമയം സാനിറ്ററി പാഡ് പാക്കറ്റിന് മുകളിൽ രാഹുലിന്റെ ചിത്രം പതിപ്പിച്ചതിനെ തുടർന്ന് കർശന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP. രാഹുലിന്റെ ചിത്രമുള്ള സാനിറ്ററി പാഡ് പാക്കറ്റ് വിതരണം ബീഹാറിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്ന് BJP കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും ബീഹാറിലെ സ്ത്രീകൾ കോൺഗ്രസിനെയും RJDയെയും പാഠം പഠിപ്പിക്കുമെന്നും BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ബീഹാറിലെ വിവിധ പാർട്ടികളുടെ പ്രചാരണ തന്ത്രം പ്രധാനമായും സ്ത്രീകളെ ആകർഷിക്കുന്ന വിധത്തിലാണ്. അധികാരത്തിലെത്തിയാൽ മായി ബഹൻമാൻ യോജനയുടെ പ്രതിമാസം 2500 രൂപ സ്ത്രീകൾക്ക് ലഭ്യമാകുമെന്നാണ് പ്രതിപക്ഷത്തുള്ള മഹാനഗ്ദാൽ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ വെറും വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുമെന്നൊക്കെയാണ് പല വിലയിരുത്തലുകളും വരുന്നത്. അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ നടക്കുന്ന കടുത്ത മത്സരമാണ് ഈ വിവാദം ചൂണ്ടിക്കാണിക്കുന്നത്.